കിച്ചു സുധിയും രേണു സുധിയും തമ്മിലുള്ള വഴക്കോളം പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കിച്ചുവിനെ പറ്റിയും രേണുവിനെ പറ്റിയും എല്ലാം തന്നെ വാർത്തകളും കുമിഞ്ഞുകൂടി നിറയുന്നത്. ഇരുവരും തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണമായി കാണിക്കുന്നത്. കിച്ചു സുധി രംഗത്ത് വന്നപ്പോഴും രേണുവും ഇതിന് പിന്നാലെ വീഡിയോയുമായി രംഗത്ത് വന്നു. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നാണ് അവസാനിക്കുന്നത്? രേണുസുധിക്ക് ഇത്തരം ഒരു അസുഖം വന്നിട്ട് കൂടി എന്തിനാണ് ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നത്? സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതെല്ലാം തന്നെ തകർത്ത് മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനിടെ ഇത്തരത്തിൽ സ്വന്തം മകനെയും അതിനെ ചുറ്റുപറ്റുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ തലയിട്ട് ഉള്ള വില കളയാതിരിക്കാനാണ് രേണുവിനോട് പല പ്രമുഖരും പറയുന്നത്. ഇതിനോടൊപ്പം കിച്ചു സുധിയുടെ മാനസികാവസ്ഥയെ പറ്റിയും ഇതിൽ സംസാരിക്കുന്നുണ്ട്. കിച്ചുവിന്റെ അവസ്ഥയും വളരെയധികം മോശമാണ് എന്നും രേണുവിനെ പോലെ തന്നെ കിച്ചുവും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നും പലരുടെയും മുന്നിൽ നിങ്ങളുടെ വില തന്നെയാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ എന്തെന്നെ പ്രശ്നം വന്നാലും അതിനെ പരസ്പരം സംസാരിച്ച് തീർക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഇതിനിടയിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രൂപത്തിലുള്ള പ്രചരണവും വീഡിയോ ഇട്ടും ഒരാളെ മനസ്സിലാക്കാതെ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലെല്ലാം തന്നെ പ്രചരിച്ചും തെളിവുകൾ കാണിച്ചുമെല്ലാം നിരത്തുന്നതെല്ലാം തന്നെ എന്ത് മോശമായ ഒരു പ്രവൃത്തിയാണ്. സ്വന്തം അമ്മയാണെന്ന് കിച്ചു മനസ്സിലാക്കണം. അമ്മയെ പോലെ കാണേണ്ട ഒരാളാണെന്ന് കിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഒരു അമ്മ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മകന്റെയും മാനസിക അവസ്ഥയെ വലിയ രൂപത്തിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ കിച്ചു പ്രതികരിക്കേണ്ട രൂപത്തിൽ തന്നെയാണ് കിച്ചു പ്രതികരിച്ചത് എന്നും ഇതിനെല്ലാം തന്നെ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നും രേണുവിന്റെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ച് ആളുകളും രംഗത്ത് വരുന്നു. എന്നാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തും പല ആളുകളും വരുമ്പോഴും ഇതിനെല്ലാം തന്നെ ഒരു അവസാനം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകരും. കിച്ചു സുധിയും രേണു സുധിയും ഇതെല്ലാം തന്നെ മനസ്സിലാക്കി ഒരു നല്ലൊരു ജീവിതം, നല്ലൊരു സമാധാനമായ ഒരു അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ വിലയും നിലയും എല്ലാം തന്നെ കാത്തു സൂക്ഷിക്കാനും വലിയൊരു അവസരമായി ഇത് കാണണമെന്നും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിർത്തി സാധാ പോലെ മകനെയും അമ്മയെയും പോലെ ജീവിക്കണം എന്നും തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. രേണുസുധിയുടെ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് രേണുവും കടന്നു പോകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി പരസ്പരം രണ്ടുപേരും മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് രേണുവിനെ പറ്റിയും കിച്ചുവിനെ പറ്റിയും എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.